കടൽ രാമന് എന്നും കൗതുകം നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു. കടലിന്റെ നീലനിറം ആകാശത്തിന്റെ പ്രതിഫലനമാണെന്നതായിരുന്നു അതുവരെയുള്ള ധാരണ. റെയ്ലി പ്രഭുവിന്റെ ഈ കണ്ടെത്തൽ രാമന്റെ മനസ്സിൽ എന്നും സംശയങ്ങൾ നിറച്ചിരുന്നു. ഒരിക്കൽ കപ്പൽ യാത്രയിൽ ലളിതമായ ഒരു ഉപകരണം കൊണ്ട് ആകാശത്തിന്റെ പ്രതിഫലനം ഇല്ലാതാക്കിയ രാമൻ സമുദ്രത്തിന് സ്വയം നീലനിറമുണ്ടെന്ന് കണ്ടെത്തി. പ്രകാശ പ്രകീർണനത്തിലൂടെയാണ് സമുദ്രത്തിന് ഈ നീലനിറമുണ്ടാകുന്നതെന്ന് നിരന്തര പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രകാശത്തിന്റെ ഊർജതലം ആദാന പ്രധാന പ്രക്രിയകൾക്ക് വിധേയമാണ്. ഇവയിൽ ഇലാസ്തികമല്ലാത്ത പ്രകാശ പ്രകീർണനത്തെയാണ് രാമൻ വികിരണം എന്ന് പറയുന്നത്. ആന്തരിക ബലതന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥത്തിന്റെ വിരലടയാളമാണ് രാമൻ വർണ്ണരാജികൾ. ഇതിന്റെ തുടർച്ചയായി നടത്തിയ ഗവേഷണങ്ങളാണ് രാമൻ പ്രഭാവത്തിന്റെ കണ്ടെത്തലിലേക്ക് നയിച്ചത്. തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിക്കടുത്തുള്ള പുരശക്കുടി ഗ്രാമത്തിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളിന്റെയും മകനായി 1858 നവംബർ 7-നാണ് CV രാമൻ ജനിച്ചത്. മെട്രിക്കുലേഷൻ പാസ്സായ രാമൻ വിശാഖപട്ടണത്തിലെ AVL കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റും മദിരാശി പ്രസിഡൻസി കോളേജിൽ നിന്ന് ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. ഈ പരീക്ഷകളിലെല്ലാം ഒന്നാമനായാണ് രാമൻ വിജയിച്ചത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സർവീസ് പരീക്ഷ ഒന്നാമനായി പാസ്സായ രാമൻ 1907 കൊൽക്കത്തയിൽ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ജനറലായി ചാർജ് എടുത്തു. പിന്നീട് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന ഗവേഷണ സ്ഥാപനത്തിൽ രാമൻ എത്തി. ഭാരതീയ സംഗീത പാരമ്പര്യത്തിൽ ആകൃഷ്ടനായിരുന്ന രാമന്റെ ഗവേഷണങ്ങൾ അക്കാലത്ത് ധ്വനിക ശാസ്ത്രത്തിലായിരുന്നു. രാമന്റെ ഭാര്യ ലോകസുന്ദരി വീണ വിദുഷിയായിരുന്നു. ഭാര്യയുടെ വീണാവാദന പാഠവും ധ്വനിക പഠനത്തിൽ രാമന് പ്രചോദനവും സഹായകവുമായി. അവനദ്ധവാദ്യങ്ങളിൽ തബലയും മൃദംഗവും അനുഗുണങ്ങളായ അതിസ്വരങ്ങൾ ജനിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം രാമൻ കണ്ടെത്തി. ലൈക്കോപോഡിയം പൗഡർ പ്രകമ്പിതമാവുന്ന തുകലിന്റെ മുകളിൽ വിതറി അതിന്റെ വിന്യാസക്രമങ്ങൾ നിരീക്ഷിച്ചാണ് സ്വരങ്ങളുടെയും അതിസ്വരങ്ങളുടെയും രഹസ്യങ്ങൾ രാമൻ കണ്ടെത്തിയത്. പിന്നീട് കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ പാലിഡ് പ്രൊഫസർ സ്ഥാനം രാമൻ ഏറ്റെടുത്തു. 1933 അദ്ദേഹം ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തു. ശാസ്ത്ര ഗവേഷണങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും ഉത്സാഹവും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉപജാപക സംഘത്തിന്റെ സ്ഥാപിത താൽപര്യങ്ങളുമായി സമരസപ്പെടുന്നതായിരുന്നില്ല. ഇവരുടെ എതിർപ്പിനെ തുടർന്ന് രാമൻ ആ സ്ഥാനവും രാജിവെച്ചു. രാമന്റെ എക്കാലത്തെയും സ്വപ്നമായിരുന്ന ഒരു സ്വതന്ത്ര ഗവേഷണ സ്ഥാപനം അങ്ങനെയാണ് രൂപം കൊണ്ടത്. ബാംഗ്ലൂർ നഗര അതിർത്തിയിലെ തരിശുഭൂമിയിൽ ശാസ്ത്ര നേട്ടങ്ങളുടെ നൂറുമേനി വിളയിച്ച രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായി. രണ്ടു വർഷക്കാലം വൈദ്യുതി ഇല്ലാതിരുന്ന ഈ ഗവേഷണ സ്ഥാപനത്തിൽ സൂര്യനൊപ്പം ചലിച്ച് നിരന്തരം പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ഹീലിയോസ്റ്റാറ്റ് രൂപകൽപ്പന ചെയ്ത് അതിന്റെ പ്രകാശത്തിലാണ് ഗവേഷണം തുടർന്നത്. ശാസ്ത്രാന്വേഷണ കുതികൾക്ക് മുന്നിൽ മാത്രം തുറന്ന ഈ ഗവേഷണ സ്ഥാപനം ശാസ്ത്രത്തിന് നിർണായകമായ ഒട്ടേറെ സംഭാവനകൾ നൽകി. ഇരുളിലും തിളങ്ങുന്ന ശിലാഖണ്ഡങ്ങളെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ ലാറ്റിക്സ് ഡൈനാമിക്സ് എന്ന ശാസ്ത്രശാഖ സമ്പുഷ്ടമാക്കി. ഇവിടുത്തെ ഗവേഷണങ്ങളാണ് ചന്ദ്രകാന്തത്തിന്റെ വിസരിത പ്രതിഫലനങ്ങളുടെ അടിസ്ഥാനം കണ്ടെത്താൻ രാമനെ സഹായിച്ചത്. നിറങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനം നിറങ്ങളുടെ ദർശന ഘടനാ ശാസ്ത്രത്തിന്റെ അനാവരണത്തിനും വഴിതെളിച്ചു. CV രാമൻ എക്കാലവും അനുകരിക്കാവുന്ന ഒരു ശാസ്ത്രകാരൻ മാത്രമായിരുന്നില്ല. നല്ലൊരു അധ്യാപകനും
ഗ്രന്ഥകർത്താവും പ്രഭാഷകനുമായിരുന്നു അദ്ദേഹം. ഒരു ശരിയായ ശാസ്ത്രകാരൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നും പ്രവർത്തിക്കേണ്ടതെന്നും തിരിച്ചറിയണമെങ്കിൽ രാമന്റെ ജീവിതം തന്നെയാണ് അതിന് ഏറ്റവും മികച്ച പാഠപുസ്തകം. രാമന്റെ സ്പെക്ട്രോമീറ്റർ ഇന്നേറെ വികസിച്ചു കഴിഞ്ഞു. ഏകവർണ്ണ പ്രകാശത്തെയും പ്രിസത്തെയും ആശ്രയിച്ചിരുന്ന ഒന്നാം തലമുറ സ്പെക്ട്രോമീറ്ററുകളുടെ സ്ഥാനത്ത് ലേസർ രശ്മികൾ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്ന മൂന്നാം തലമുറ സ്പെക്ട്രോമീറ്ററുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. രാമന്റെ കണ്ടെത്തലുകൾ ഇന്ന് ഊർജതന്ത്രത്തിൽ മാത്രമല്ല, ഖരശാസ്ത്രത്തിലും രസതന്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമെല്ലാം പല കണ്ടെത്തലുകൾക്കും വഴിതെളിച്ചിട്ടുണ്ട്. തന്റെ ശിശുസഹജമായ കൗതുകങ്ങളെ വിജ്ഞാനങ്ങളാക്കി മാറ്റിയ CV രാമൻ 1970 നവംബർ 21 ഈ ലോകത്തോട് വിട പറഞ്ഞത്. രാമൻ പ്രഭാവം അവതരിപ്പിച്ച ഫെബ്രുവരി 28 നാം ശാസ്ത്രദിനമായി ആചരിക്കുന്നു. CV രാമന്റെ കണ്ടെത്തലുകൾ ആധുനിക ശാസ്ത്രത്തിന് ഇന്നും ഒട്ടേറെ വിലപ്പെട്ട സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. रे